ഹലോ ഗൈസ്, എല്ലാവർക്കും ഐ ആം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സാന്ത്വനം പുത്തൻ പ്രൊമോ കൂട്ടുകാരെ, നമ്മുടെ ബാലനെതിരെ നമ്മുടെ മീനാക്ഷി അങ്ങനെ ശബ്ദം ഉയർത്തിയിരിക്കുന്നു. അത് ദേവി തന്നെയാട്ടോ കാരണക്കാരി, വേറൊന്നുമല്ല. നമ്മുടെ ദേവി പതിവ് പോലെ ആഹാരങ്ങളൊക്കെ പലതരം ഉണ്ടാക്കി എന്നിട്ട് നമ്മുടെ ബാലന് എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. അപ്പോൾ വിളമ്പി കൊടുക്കുമ്പോൾ നമ്മുടെ ബാലൻ പതിവ് പോലെ നമ്മുടെ ദേവിയെ ഭയങ്കരമായിട്ടിട്ട് പൊക്കുന്നുണ്ടോ, അയ്യോ ഭയങ്കര ടേസ്റ്റ്, അതാണ് ഇതാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോമതിക്ക് ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഗോമതി കുറേ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര നാളും വെച്ചുണ്ടാക്കി തന്ന ഞാനല്ലേ മനുഷ്യ, എന്നോട് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കുറേ ചൂടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ ഉണ്ടാക്കാനോ സമ്മതിച്ചില്ല, എന്നാൽ പിന്നെ വിളമ്പിയെങ്കിലും കൊടുക്കാമല്ലോ എന്ന് നമ്മുടെ ഗോമതി വിചാരിക്കുമ്പോൾ അവിടെ നമ്മുടെ ദേവി ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എനിക്ക് വിളമ്പാലും അമ്മയെന്നും പറഞ്ഞ് വിളമ്പാനും സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ശ്രീദേവിക്കല്ല നമ്മുടെ ഗോമതിക്കാകെ പൊളിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കാനും സമ്മതിക്കില്ല, സ്വന്തം ഭർത്താവിനൊന്ന് വിളമ്പിക്കൊടുക്കാനും സമ്മതിക്കുന്നില്ല. അകപ്പാടെ നമ്മുടെ ശ്രീദേവി ഓവർ. അപ്പം നമ്മുടെ മീനാക്ഷി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛനോട്. അതെന്താ വെച്ചാൽ ഇന്നലെ കയറി വന്ന മരുമകൾക്ക് ഇത്ര പ്രത്യേകത, ഇത്രയും നാളും വെച്ചുണ്ടാക്കി തന്ന അമ്മയോട് രണ്ട് വാക്ക് നല്ലത് പറയാൻ പാടില്ലേ, ഇന്നലെ കയറി വന്ന മരുമകൾക്ക് എന്താ പറയുക കൊമ്പുണ്ടോ എന്നൊക്കെ നമ്മുടെ മീനാക്ഷി കുറേ ചോദിച്ച് നമ്മുടെ അച്ഛനോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. നമ്മുടെ മീനാക്ഷി കാര്യമുള്ളത് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ശ്രീദേവി കുറേയൊക്കെ ഭയങ്കര ഓവറായി പോകുന്നുണ്ടല്ലേ കൂട്ടുകാരെ, അല്ലേ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് എവിടം വരെ പോകും. ഒരു പരിധി വിട്ടാൽ നമ്മുടെ ഗോമതി എന്തായാലും പ്രതികരിക്കും, അല്ലേ? നമ്മുടെ മീനാക്ഷിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്, നമ്മുടെ മിത്രയ്ക്കും ഒരുവിധം നമ്മുടെ ദേവിയുടെ അടുത്ത് എന്തൊക്കെയോ തരികട ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഗോമതിക്കും കൂടി മനസ്സിലായി, പിന്നെ നമ്മുടെ ശ്രീദേവിയുടെ ചീട്ട് കീറി, അല്ലേ ഗൈസ്? അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.